ഹായ്. അപ്പോൾ നീറ്റ് എക്സാം അടുത്തതില്ലേ? ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ എക്സാമിന്. നമ്മൾ നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ പഠിച്ച് എന്തായിരിക്കുന്നുണ്ടാവും, നല്ലൊരു അവസ്ഥയിലെത്തിയിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു ഫൈനൽ ലാപ്പിലാണ്. അതായത് നമുക്കറിയാം നീറ്റ് എക്സാമിനെ നമ്മൾ ഒരു റിലേ പോലെ കാണുക. നമുക്കറിയാം ഒരു റിലേ മത്സരത്തിൽ നമ്മൾ അവസാന ലാപ്പിലായിരിക്കും എന്തായിരിക്കും മക്കളെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ആളെ കൊണ്ടുവെക്കുക. അതുപോലെ തന്നെയാണ് നീറ്റ് എക്സാം. നമ്മൾ ഇപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ, അതായത് ഈ ഫൈനൽ ലാപ്പിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? ഓക്കെ, ആദ്യത്തെ കാര്യത്തേക്ക് തന്നെ വരാലോ. ആദ്യത്തെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കോൺഫിഡൻസിനെ കുറിച്ചാണ് പറയേണ്ടത് അല്ലേ? നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ് അല്ലേ? നോക്കൂ, നമുക്കറിയാം നമ്മൾ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരികയാണ് അല്ലേ? ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ എല്ലാം പഠിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസാന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സംശയമാണ് അല്ലേ? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കുറേ കാലം പഠിച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഓർമ്മ ഉണ്ടാവുമോ, ഇതെല്ലാം എക്സാമിന് എഴുതാൻ പറ്റുമോ എന്നുള്ള കുറേ ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഈ പഠിച്ച സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? നീറ്റ് എക്സാം പേപ്പറിൽ എഴുതിക്കൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ് ആദ്യം നമുക്ക് എന്ത് വേണ്ടത്? എക്സാമിന് പോകുമ്പോൾ വേണ്ടത്. നമ്മളെങ്ങനെ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എന്നുള്ളത് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? റിവിഷൻ എന്നുള്ള കാര്യമാണ് അല്ലേ? ചെറിയൊരു സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് ഇനി എന്താക്കേണ്ടത്? നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് അല്ലേ? നോക്കൂ, നമുക്കറിയാം രണ്ട് രീതിയിൽ നമുക്ക് റിവിഷൻ പാറ്റേൺ ആയിട്ട് കൊണ്ടുപോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തന്നെ ഒരു ചാപ്റ്റർ എടുത്തു വെക്കുന്നത്, കുറേ നേരം നമ്മളത് റിവൈസ് ചെയ്യുന്നത് അല്ലേ? അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കണ്ടാവും. പക്ഷേ നമുക്ക് എന്തായിരിക്കും A to Z കാര്യങ്ങൾ ഒരു പക്ഷേ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം എത്ര ആയിരിക്കും? 2 or 3 ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുക? കാരണം നീറ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അത് ഓരോ ചാപ്റ്ററിൽ നിന്നും 2, 3, 4 ക്വസ്റ്റ്യൻസ് വരെയാണ് ചോദിക്കുക. നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ചാപ്റ്ററാണ് റിവൈസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ട ഈ ഹോൾ ചാപ്റ്റേഴ്സ് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എത്ര ആയിരിക്കും? ചിലപ്പം 10, 12 ക്വസ്റ്റ്യൻസ് വരെ ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളൊരു 3-4 ചാപ്റ്റർ റിവൈസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ റിവൈസ് കൊണ്ട് മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവസാന സമയത്ത് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? മോക്ക് എക്സാംസ്. പല കുട്ടികളും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോക്ക് എക്സാം എഴുതാതെ ബാക്ക്ലോഗ് ആയിട്ട് കിടക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ബാക്ക്ലോഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക, എക്സാം എഴുതി വേണ്ടി സമയം പോകില്ലേ? അപ്പോൾ സമയം മാത്രം എക്സാം മാത്രം എഴുതിയോണ്ട് എന്താണ് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? ഇതൊന്നും പഠിക്കാണ്ട് എക്സാം എഴുതിയിട്ട് കാര്യം ഉണ്ടാവുമോ? ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പക്ഷേ ആ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്കറിയാം നീറ്റ് എക്സാം എന്നുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. നല്ലൊരു സ്കില്ലില്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. ഈ സ്കില്ല് അക്വയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായും നല്ലൊരു പ്രാക്ടീസ് വേണം അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മൾ ഡെയിലി എങ്ങനെ, ഇപ്പോൾ നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും അതേ സമയത്ത് ഇരുന്നുകൊണ്ട് എന്താക്കുക? മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എന്താക്കുക? പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 പേപ്പേഴ്സ് എങ്കിലും ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. ഒരു മോക്ക് എക്സാം കൊണ്ട് എപ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് ആകുക എന്ന് വെച്ചാൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെ? ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത്, എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്സ് പറ്റിയത്. ഒരുപക്ഷെ അത് ബബിൾ ചെയ്തതിൽ വന്ന തെറ്റായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനിൽ വന്ന തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തതിൽ വന്ന തെറ്റായിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് കറക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു മോക്ക് എക്സാം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുക. പിന്നെ നമുക്ക് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ അനലൈസ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും? ഈ മോക്ക് എക്സാമിനെ കൊണ്ട് പറ്റും. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ എന്തായിരിക്കണം? എല്ലാ ദിവസവും എക്സാം എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു പക്ഷേ ആ കുട്ടികൾ ആദ്യം എഴുതുന്നത് ബയോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി വേറെ കെമിസ്ട്രി ആയിരിക്കും ആദ്യം എഴുതുന്നുണ്ടാകും. എങ്ങനെയാണെങ്കിലും നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്താക്കുക? നീറ്റ് എക്സാം ആണ് എഴുതുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മോക്ക് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക.
പിന്നീട് നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് ഞാൻ എങ്ങനെ ഈ 3 സബ്ജക്റ്റും കൂടെ നമ്മൾ പഠിക്കുന്നുള്ള കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഫിസിക്സിൻ്റെ കേസ് നമുക്കറിയാം മെജോറിറ്റി എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസ് ആയിരിക്കും. 90% ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ന്യൂമറിക്കൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് നമ്മൾ ഉപയോഗിക്കും. നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇക്വേഷൻസ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ച് നോക്കുന്നു, റിവൈസ് ചെയ്യുന്നു, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് ചെയ്യുന്നു. ഇനി നമുക്കറിയാം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കുന്നു, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. രണ്ടാമത് കെമിസ്ട്രി ആണ് അല്ലേ. കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ഉള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് പറയാം ഏകദേശം ഫിസിക്സ് പോലെ തന്നെയാണ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കുക. അതായത് നമ്മൾ ഷോർട്ട് നോട്ട് വായിക്കുക, അതുപോലെ തന്നെ ഇക്വേഷൻസ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കാം. അല്ല ഇക്വേഷൻസും ഷോർട്ട് നോട്ടും വായിച്ചതിന് ശേഷം എന്താക്കുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓർഗാനിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കറക്റ്റ് പക്ക NCERT. നമുക്കറിയാം ഇപ്പം വരുന്ന നീറ്റ് ട്രെൻഡ് അനുസരിച്ച് എന്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് NCERT ബേസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിളർ ക്വസ്റ്റ്യൻസും അതുപോലത്തെ ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. അപ്പോൾ NCERT എന്താക്കുക, നല്ല രീതിയിൽ അങ്ങോട്ട് വായിക്കുക. ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് ഇനോർഗാനിക്കിൻ്റെ കേസ് നമുക്കറിയാം ബൈ ഹാർട്ട് ആണല്ലോ, അതറിയാം. കണ്ടന്റ് ബൈ ഹാർട്ട് ചെയ്യുക, ജസ്റ്റ് 2-3 ട്വിസ്റ്റ് വരാനുള്ള ചാൻസ് ഉള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കുക. ഇനി ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒന്നുമില്ല, NCERT കംപ്ലീറ്റ്ലി അരിച്ച് പെറുക്കിയിട്ട് അങ്ങോട്ട് എന്താക്കുക, ഫുള്ള് അങ്ങോട്ട് പഠിക്കുക അല്ലേ. ഓരോ വാക്കുകളും ഓരോ ലൈൻസ് നമ്മൾ എന്തായിരിക്കണം ബയോളജിയിൽ കയ്യിലുണ്ടാവണം അല്ലേ. ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻ ബയോളജി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സും കൂടെ നമ്മളെ രീതിയിൽ മുമ്പോട്ട് അങ്ങ് പഠിച്ചു പോയാൽ ഈ ദിവസം കൊണ്ട്, അതായത് മെയിനായിട്ട് നമ്മൾ വേണ്ട സാധനം എന്താണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കോൺഫിഡൻസിൽ ഈ കാര്യങ്ങൾ അങ്ങോട്ട് റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് എന്താക്കും, അടിപൊളി സ്കോറിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും എത്താൻ പറ്റും. എല്ലാവരും എന്തായിരിക്കുക, എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ഈ വരുന്ന ഈ ഫൈനൽ റാപ്പ് ഓടിയിട്ട് അങ്ങോട്ട് എന്താക്കുക, എനർജറ്റിക് ആയിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.